സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്സ് മാജിക്. ഇന്ന് ഞാൻ 9th ക്ലാസ്സിലെ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്റർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിലെ എക്സർസൈസ് 4.3യിലെ 6th ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള എക്സർസൈസിലെയും 4.2യിലെയും 4.1യിലെയൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ 6th ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇഫ് ദി വർക്ക് ഡൺ ബൈ എ ബോഡി ഓൺ ആപ്ലിക്കേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോഡി. Express this in the form of an equation in 2 variables and draw the graph of the same by taking the constant force as 5 units. Also read from the graph the work done when the distance travelled by the body is 2 units. First question 2 units, second 0 unit. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ ആൻസർ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിരിക്കുന്ന ഒരു ഫോർമുല അറിഞ്ഞാലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇഫ് ദി വർക്ക് ഡൺ ബൈ എ ബോഡി ഓൺ ആപ്ലിക്കേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോഡി. അതായത് ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് അതിൻ്റെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ട്രാവൽഡ്. അതായത് വർക്ക് ഡൺ കൂടുമ്പോൾ ഡിസ്റ്റൻസും കൂടും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വർക്ക് ഡണ്ണിനെ y ആയിട്ടും ഡിസ്റ്റൻസിനെ x ആയിട്ടും അസ്യൂം ചെയ്യാം. ലെറ്റ് ദ ഡിസ്റ്റൻസ് ബി x ആൻഡ് വർക്ക് ഡൺ ബി y. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഡൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ്. അതായത് y ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു x. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന ഈ സൈൻ മാറ്റിയിട്ട് നമ്മൾ അവിടെ ഈക്വൽ സൈൻ ഇടാൻ പോവുകയാണ്. അതായത് y ഈസ് ഈക്വൽ ടു k ഇൻറ്റു എക്സ് എന്ന് വരും. അതായത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്, വേർ k ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വർക്ക് ഡൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് വെൻ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഫോഴ്സിനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആ 5 ഈ കെയുടെ പ്ലേസിൽ ഇട്ട് കൊടുക്കുകയാണ്. y ഈസ് ഈക്വൽ ടു 5x. അപ്പോൾ എന്തായിരുന്നു നമുക്ക് തന്നിരുന്നത് വർക്ക് ഡൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അതായത് y ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു x. അപ്പോൾ അതിന് ഈക്വൽ സൈൻ ആക്കുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ y ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു x ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു kx ആയിരിക്കും, വേർ k ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണെന്നുള്ളത്. അപ്പോൾ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 5 ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ y ഈസ് ഈക്വൽ ടു 5x എന്ന് പറയും. നമ്മൾ ഫിസിക്സിലെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇൻറ്റു ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ. y ഈസ് ഈക്വൽ ടു 5x ആയിരുന്നു നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദിസ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇക്വേഷൻ. അതിൻ്റെ ആൻസറാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആദ്യം തന്നിരുന്നത് എന്താണ്? വർക്ക് ഡൺ ബൈ എ ബോഡി ഓൺ ആപ്ലിക്കേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി. അപ്പോൾ അത്രയും കാര്യം മാത്രമാണ് തന്നിരുന്നത്. പക്ഷേ നമ്മൾ അതിൽ നിന്നും ആ ഒരു ഇക്വേഷൻ എഴുതണം. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എക്സ്പ്രസ് ദിസ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ഇപ്പോൾ 2 വേരിയബിൾസായി വൈയും എക്സും. അതാണ്. ആൻഡ് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദ സെയിം. ഇനി ഈ ഒരു ഇക്വേഷൻ്റെ ഗ്രാഫാണ് വരക്കേണ്ടത്. അപ്പോൾ ഗ്രാഫ് വരക്കാൻ നമുക്കറിയാം അറ്റ്ലീസ്റ്റ് 2 പോയിൻറ്റ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെൻ എക്സ് ഈക്വൽ ടു 0 y ഈക്വൽ ടു 5 ഇൻറ്റു 0 ഈക്വൽ ടു 0. അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു 0 y ഈക്വൽ ടു 0. വെൻ എക്സ് ഈക്വൽ ടു 1 y ഈക്വൽ ടു 5 ഇൻറ്റു 1 ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടി. ഒന്ന് 0 0 0
0. മറ്റേത് 1ഉം 5ഉം 1 5. അതായത് എക്സിന് 0യും 1ഉം കൊടുത്തപ്പോൾ വൈക്ക് കിട്ടിയ വാല്യൂസാണ് 0യും 5. അപ്പോൾ ഇത് നമുക്കൊരു ടേബിളിൽ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇതൊരു ടേബിൾ പോലെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് 0 0യും 1 5 ആണ്. അപ്പോൾ ഒരു ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് ഈ രണ്ട് പോയിൻറ്റ്സും അതിൽ പ്ലോട്ട് ചെയ്യാം. y = 5x എന്ന് പറയുന്ന ആ ഇക്വേഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് പോയിൻറ്റ്സ് കിട്ടിയിരുന്നു, 0, 0യും 1, 5ഉം. ഈ രണ്ട് പോയിൻറ്റ്സാണ് നമ്മൾ ഈ ഗ്രാഫിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 0 0 മാർക്ക് ചെയ്യാം. 0 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒറിജിനാണ്. എക്സ് ആക്സിസിലും 0 എടുക്കുക, വൈ ആക്സിസിലും 0 എടുക്കുക. അതായത് ഈ ഒറിജിനാണ് വരുന്നത് 0 0. ഇനി രണ്ടാമത്തെ പോയിന്റ് 1, 5 ആയിരുന്നു. എക്സ് ആക്സിസിൽ 1, വൈ ആക്സിസിൽ 5. അപ്പോൾ 1, 5 എന്ന് പറയുമ്പോൾ 1 5, അതായത് ഈ പോയിൻ്റാണ് ഇവിടെ വരുന്ന പോയിൻ്റ് ആയിരിക്കും 1 5 എന്ന് പറയുന്ന പോയിൻ്റ്. ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരക്കാം. കുറച്ച് മുകളിലേക്ക് നീട്ടി വരക്കണം. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വേറെ രണ്ട് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അതും കൂടി ആൻസർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറച്ച് വലിയ ഒരു ലൈനാണ് വരക്കേണ്ടത്. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്, വൈ ആക്സിസിൽ വർക്ക് ഡൺ ആണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ അസ്യൂം ചെയ്തത് ലെറ്റ് എക്സ് ബി ദി ഡിസ്റ്റൻസ് ആൻഡ് വൈ ബി ദി വർക്ക് ഡൺ ആണ് അസ്യൂം ചെയ്തിരുന്നത്. എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസും വൈ ആക്സിസിൽ വർക്ക് ഡൺ എടുത്തു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 യൂണിറ്റ്സ് ആകുമ്പോൾ, അതായത് ഡിസ്റ്റൻസ് 2 യൂണിറ്റ്സ് ആകുമ്പോൾ വർക്ക് ഡൺ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എക്സ് 2 ആവുമ്പോൾ വൈ എത്രയാണെന്ന് നോക്കാനായിട്ട് ഈ സ്കെയിലിൽ ഇങ്ങനെ നേരെ നോക്കാം. സ്കെയിൽ എടുത്തിട്ട് ഗ്രാഫിലാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ, ഗ്രാഫ് പേപ്പറിലാകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഗ്രാഫ് പേപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നോക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ 2ൻ്റെ നേരെ വെച്ചിട്ട് ഈ ലൈനിൻ്റെ എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യണമെന്ന് നോക്കാം. 2ൻ്റെ നേരെ വരുമ്പോൾ ഈ ലൈനിൽ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഇവിടെ ആയിട്ടാണ് അല്ലേ. അതായത് ഈ 10ൻ്റെ നേരെയായിട്ടാണ് ഇത് പോയിൻ്റ് വരുന്നത്. അതായത് ഈ ഒരു പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ പോയിൻറ്റിന് നമുക്ക് 2, 10 എന്ന് മാർക്ക് ചെയ്യാം. 2, 10. അതായത് ഡിസ്റ്റൻസ് 2 ആയപ്പോൾ, അതായത് എക്സ് ആക്സിസിൽ 2 ആയപ്പോൾ വൈ ആക്സിസിൽ 10 ആയിരുന്നു. അതാണ് 2, 10 എന്ന് പറയുന്ന ഈ പോയിൻറ്റ്. അപ്പോൾ വെൻ ദ ഡിസ്റ്റൻസ് ഇസ് 2 യൂണിറ്റ്സ് വർക്ക് ഡൺ വിൽ ബി 10 യൂണിറ്റ്സ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, വെൻ ദ ഡിസ്റ്റൻസ് ഇസ് 0. 0 എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ പോയിൻ്റാണ് 0. അപ്പോൾ വർക്ക് ഡണ്ണും 0 തന്നെയാണ്, രണ്ടും 0 തന്നെയാണ്. 0 0 എന്ന് പറയുന്ന പോയിൻ്റാണ്. ആ പോയിൻ്റ് ഈ ലൈനിൽ നമ്മൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി വീണ്ടും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കൂടി നമുക്ക് എഴുതാം. അതിൻ്റെ ആൻസറായിട്ട് ഇങ്ങനെ എഴുതാം, വർക്ക് ഡൺ വെൻ ദി ഡിസ്റ്റൻസ് ഈസ് 2 യൂണിറ്റ്സ് ഈക്വൽ ടു 10 യൂണിറ്റ്സ്. വർക്ക് ഡൺ വെൻ ദി ഡിസ്റ്റൻസ് ഈസ് 0 യൂണിറ്റ്സ് ഈക്വൽ ടു 0 യൂണിറ്റ്സ്. ഇതാണ് ആ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ചെയ്തത്, നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതായത് y = 5x എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതറിയണം, വർക്ക് ഡൺ = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റൻസ് എടുത്താൽ മതി. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വർക്ക് ഡൺ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ലെറ്റ് ദ വർക്ക് ഡൺ ബി വൈ ആൻഡ് ഡിസ്റ്റൻസ് ബി എക്സ് എന്ന് എടുത്തു. അതിൽ നിന്നും ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. അതായത് y = 5x. ഫോഴ്സ് നമുക്ക് 5 എന്ന് തന്നിരുന്നു. അതിൽ നിന്ന് നമ്മൾ പിന്നെ എക്സിനും വൈക്കും രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചു. അത് വെച്ചിട്ടാണ് ഈ ഗ്രാഫ് വരച്ചത്. പിന്നെ ആ ഗ്രാഫിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറും കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ഇതോടൊപ്പം തന്നെ കുറേ ഇക്വേഷൻസും ഫോർമുലാസൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും കൂടി നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു ക്ലൂ ആയിട്ട് ആ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. പക്ഷേ തരാത്ത ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ തരില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് കണക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.